സികാറ്റ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. സാർവത്രിക സഭയുടെ മതബോധന ഗ്രന്ഥത്തെക്കുറിച്ച് ആഴത്തിൽ പഠിക്കുന്നതിന് വേണ്ടി തലശ്ശേരി അതിരൂപതയും ശാലോൺ ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പ്രോഗ്രാമാണ് സികാറ്റ്. നമ്മുടെ ഈ പ്രോഗ്രാമിൽ ക്ലാസുകൾ നയിക്കുന്നതിനും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുന്നതിനുമായി എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയുടെ സഹായം എത്രാനും ശാലോൺ TV പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനുമായ അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവാണ്. പിതാവിന് ഏറ്റവും സ്നേഹത്തോടുകൂടെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്ന് ക്ലാസ്സിൽ പങ്കെടുക്കുവാനും തങ്ങളുടെ ചോദ്യങ്ങളും സംശയങ്ങളും ഉന്നയിക്കുവാനുമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് തലശ്ശേരി അതിരൂപതയിലെ തോമാപുരം ഫൊറോനയിലെ ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകരും യുവജനങ്ങളുമാണ്. അവരോടൊപ്പം അവരുടെ വികാരിയായ ബഹുമാനപ്പെട്ട പീറ്റർ കൊച്ചുവീട്ടിലച്ഛനും എത്തിച്ചേർന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അച്ഛനും മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഏറ്റവും ഹൃദ്യമായ സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ എപ്പിസോഡുകൾക്ക് തുടർച്ചയെന്നോണം 10 പ്രമാണങ്ങളെക്കുറിച്ച് തന്നെയാണ്. നമുക്ക് ക്ലാസ്സിലേക്കും ചർച്ചയിലേക്കും പ്രവേശിക്കാം. പിതാവേ, നമ്മുടെ പള്ളി പണികളൊക്കെ പലപ്പോഴും ആർഭാടം കൂടി പോകുന്നില്ലേ? അതിനെക്കുറിച്ച് എന്താണ് പിതാവിന് പറയാനുള്ളത്? യെസ്, ഇത് പ്രസക്തമായ ഒരു വിഷയം തന്നെയാണ്. ഇതേക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതുകൊണ്ട് പള്ളി പണികളുടെ വലിപ്പം കുറയ്ക്കും എന്ന് വിചാരിച്ചുകൊണ്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. മറിച്ച് നമ്മുടെ ദേവാലയ നിർമ്മാണം തീർച്ചയായും കാലഘട്ടത്തിന് ചേർന്നതായിരിക്കണം, വരും കാലത്തിൻ്റെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞുള്ളതായിരിക്കണം. അതിനകത്ത് സംശയമില്ല. ഇപ്പോഴൊരു ദേവാലയം അത് വരുന്ന ഒരു 70-80 കൊല്ലത്തേക്ക് മുന്നിൽ കണ്ടുകൊണ്ടാണ് നമ്മൾ പണിയുന്നത്. അപ്രകാരം പണിയുമ്പോൾ അതിൻ്റെ ആവശ്യങ്ങൾ മുൻകൂട്ടി കണ്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വലിപ്പമോ അതിൻ്റെ രൂപഘടനകളോ ഒക്കെ ആ കാലഘട്ടത്തെ കൂടി മുന്നിൽ കണ്ട് ചെയ്യാനേ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ഒരു പള്ളി ഒരു ഇടവകയിൽ പണിതാൽ അടുത്ത കൊല്ലം അല്ലെ 5 കൊല്ലം കഴിയുമ്പം പുതിയൊരു പള്ളി പണിയാൻ പറ്റുമോ? ഇല്ല. ഞാൻ ഓർക്കുന്നുണ്ട്, ചില പള്ളിമേടകളൊക്കെ പണിതപ്പോൾ ഇത് വലിയ ധൂർത്താണ്, ആഡംബരമാണ് എന്ന് ജനം വിധി എഴുതിയ 15 കൊല്ലം മുമ്പ് പണിത പള്ളി മുറികൾ ഇപ്പോൾ സൗകര്യമില്ല എന്ന് പറഞ്ഞ് അതേ ജനം തന്നെ അത് പൊളിച്ചു പണിയാൻ തീരുമാനിക്കുന്നത് പൊതുയോഗത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കാരണം എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, കാലം മാറുന്നതിനനുസരിച്ച് കാഴ്ചപ്പാടുകളും ആവശ്യങ്ങളും മാറുന്നു. അത് നമ്മൾ ഒരു നിലനിൽക്കുന്ന ഒരു സംവിധാനങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ഒരു വശം പരിഗണിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇപ്പം വളരെ ലളിതമായൊരു പള്ളി നമ്മൾ ഉണ്ടാക്കി വെച്ചു. അപ്പോൾ ആ പള്ളി ഇപ്പോൾ പണ്ട് കാലത്ത് പുല്ലുകൊണ്ട് പള്ളി മേഞ്ഞിരുന്നു. ഓട വെട്ടി അല്ലെങ്കിൽ മുളം കൊണ്ട് കഴുക്കോലിട്ട് പുല്ലുകൊണ്ട് പള്ളി ഉണ്ടാക്കി, അതുപോലെ ആവശ്യത്തിനെന്ന് ചോദിച്ചാൽ മതി. പക്ഷേ അതെല്ലാ കൊല്ലവും അതേ പണിയേണ്ടി വരും, ഇല്ലേ? അത്തരത്തിലുള്ള ചില മുൻകരുതലുകൾ നമ്മുടെ നിർമ്മാണ പ്രവർത്തനത്തിന് ഉറപ്പ് വേണം, സ്ഥിരത വേണം, ആവശ്യങ്ങൾ നിറവേറ്റാൻ പര്യാപ്തമായിരിക്കണം. ഇപ്പോൾ 3000 വീട്ടുകാരുള്ള ഒരു ഇടവപ്പള്ളി പണിയുന്നത് പോലെ അല്ല 200 വീടുള്ള ഒരു ഇടവപ്പള്ളി പണിയേണ്ടത്, അല്ലേ? അതിൻ്റെ ആവശ്യങ്ങൾ വ്യത്യസ്തമാണ്. അതുകൊണ്ട് അത് നമ്മൾ തിരിച്ചറിയും. ഇപ്പോൾ വലിയ പള്ളി ഇന്ന സ്ഥലത്ത് വലിയ പള്ളി പണിതു, അത് ദൂർത്തല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് വിലയിരുത്തണമെങ്കിൽ ആ പ്രദേശത്ത് എത്ര ആളുകൾക്ക് ആവശ്യത്തിന് വേണ്ടിയാണ് ആ പള്ളി പണിതത്, ആ ഇടവകയിൽ എത്ര വീട്ടുകാരുണ്ട്, ആ ഇടവകയ്ക്ക് പുറത്തുനിന്ന് എന്തുമാത്രം ആളുകൾ അവരെ തീർത്ഥാടകരായി വരുന്നുണ്ട്, ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് മാത്രമേ ഒരു പള്ളിയുടെ ആവശ്യത്തെയോ അത് ആവശ്യമാണോ ആഡംബരമാണോ എന്ന് വിലയിരുത്താൻ പറ്റുകയുള്ളൂ. എന്നാൽ സാറ് ചോദിച്ചത് ഒരു കാര്യം പ്രസക്തമാണ്. അതായത് നമ്മുടെ ധൂർത്തും ആഡംബരവും പ്രകടമാക്കുന്ന രീതിയിൽ പള്ളികൾ പണിയുന്നത് അത് തമ്പുരാൻ്റെ തിരുഹിതത്തിന് വിരുദ്ധമാണ്. കാരണം ഇടവകയിൽ ഒരു ദേവാലയം നിർമ്മിക്കുക എന്ന് പറയുന്നത് ആ ഇടവകയുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടായിരിക്കണം, ആ ഇടവകയുടെ ഭാവിയെ മുൻകൂട്ടി കണ്ടുകൊണ്ടായിരിക്കണം. ഒരു മലമുകളിൽ ഒരുപാട് ആളൊന്നും ഇനി വന്നുകൂടാനുണ്ടാകില്ല. അതുകൊണ്ട് അവിടുത്തെ ദേവാലയത്തിന് ഇനി ഒരുപാട് വലിയ ആവശ്യങ്ങൾ കണ്ടുകൊണ്ട്
വലിയ പള്ളി പണിയണമെന്ന് ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അതേസമയം എറണാകുളം ടൗണിലോ അല്ലെങ്കിൽ കോട്ടയം ടൗണിലോ തിരുവനന്തപുരം ടൗണിലോ ഒരു പള്ളി പണിയുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ഇനി വിശ്വാസികൾ കൂടുതൽ വരുന്ന ടൗൺ പ്രദേശത്ത് പോപ്പുലേഷൻ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് നമുക്കറിയാം. അങ്ങനെ വരുന്നിടത്ത് പള്ളിയുടെ രൂപഘടന നിർവഹിക്കുമ്പോൾ വരുംകാല ആവശ്യങ്ങൾ കൂടി പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് ആവശ്യം പരിഗണിച്ച് ചെയ്യുന്നത് തെറ്റല്ല, എന്നാൽ ധൂർത്തും ആഡംബരവും പരിഗണിച്ചുകൊണ്ട് ദേവാലയ നിർമ്മാണം ലക്ഷ്യമാക്കുന്നത് തെറ്റാണ്. രണ്ടാമതായി, ഇടവകയിലെ മനുഷ്യരുടെ സാമ്പത്തിക സ്ഥിതി പരിഗണിക്കാതെ അവരുടെ ഉപജീവന മാർഗങ്ങളെപ്പോലും ചൂഷണം ചെയ്യുന്ന രീതിയിലുള്ള പിരിവുകൾ നിശ്ചയിച്ചുകൊണ്ട് ദേവാലയ നിർമ്മാണം നടത്തുന്നത് തെറ്റായ നടപടിയാണ്. അവർ ദരിദ്രമായ ഇടവകയാണോ, ആ ദാരിദ്ര്യത്തിൻ്റെ പ്രകാശനം അവരുടെ പള്ളിയിലും ഉണ്ടാവണം, അല്ലേ? അപ്രകാരമുള്ള ചില കാഴ്ചപ്പാടുകൾ ദേവാലയ നിർമ്മാണത്തിന് ആവശ്യമുണ്ട്. ഇനി മൂന്നാമതായി, വലിപ്പവും രൂപഘടനയും വേണം എന്ന് പറയുമ്പോൾ തന്നെ വലിപ്പവും അതിൻ്റെ ചെലവും തമ്മിൽ ഉള്ളൊരു അനുപാതമുണ്ട്. ആ അനുപാതം സൂക്ഷിക്കണം. ഇറ്റലിയിൽ നിന്ന് നേരിട്ട് ഇറക്കുമതി ചെയ്ത മാർബിൾ വിരിക്കണോ, നാട്ടിൽ സാധാ കിട്ടുന്നത് വിരിച്ചാൽ മതിയോ, ചിന്തിക്കാവുന്നതാണ്. ജർമ്മൻ സാങ്കേതിക വിദ്യയിൽ മേൽക്കൂര പണിയണമോ, അതോ നാട്ടിലെ സാധാരണ കിട്ടുന്ന സംവിധാനങ്ങൾ കൊണ്ട് മേൽക്കൂര പണിതാൽ മതിയോ? ഇപ്രകാരമുള്ള ഈ പള്ളിയിലെ കൊത്തുപണികൾ, അലങ്കാരങ്ങൾ, അതിനുവേണ്ടിയൊക്കെ ചെലവഴിക്കുന്ന തുക, ഇതൊക്കെയും നിജപ്പെടുത്താവുന്നതാണ്. പള്ളിയുടെ ആനവാതിലിന് 25 ലക്ഷം രൂപ ചെലവാക്കി എന്ന് പറയുന്നത് അത് ധൂർത്താണ്, ആഡംബരമാണ്, ഇല്ലേ? പള്ളിയുടെ മധുബഹ അൾത്താര മോടി പിടിപ്പിക്കാൻ വേണ്ടി 3 കോടി രൂപ ചെലവാക്കി എന്ന് പറയുന്നത് ധൂർത്താണ് എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് ഇത് ഏത് പള്ളിയാണ് ധൂർത്തിൽ നിർമ്മിച്ചത്, ഏതാണ് അല്ലാതെ നിർമ്മിച്ചത് എന്ന് വിലയിരുത്തുക എന്ന് പറയുന്നത് ഒട്ടനവധി ഘടകങ്ങളെ ആശ്രയിച്ച് ചെയ്യാൻ പറ്റും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ചോദ്യം എന്താണ്? പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. തനിക്ക് വളർച്ച ഉണ്ടാകാൻ വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ സ്വാഭാവികമായി മറ്റുള്ളവർക്ക് മോശം സംഭവിക്കേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണം, മരുന്ന് കമ്പനികൾ, വക്കീലന്മാർ, മരണാനന്തര ശുശ്രൂഷ ചെയ്യുന്നവർ, ആശുപത്രികൾ തുടങ്ങിയവർ. ഇവർക്കുണ്ടായിരിക്കേണ്ട മനോഭാവം എപ്രകാരമാണ്? അത് വളരെ വിഷമം പിടിച്ചൊരു ചോദ്യമാണ് സിസ്റ്റർ ചോദിച്ചത്, അല്ലേ? അതായത് നമുക്ക് വളർച്ച ഉണ്ടാകണമെങ്കിൽ മറ്റൊരാൾക്ക് തളർച്ച ഉണ്ടാകണം എന്ന് വരുന്നത് ശരിയായൊരു ചിന്തയല്ല. അതങ്ങനെ ഉണ്ടാകേണ്ട സാഹചര്യങ്ങളുണ്ട് എന്ന് പറയുന്നതും അത് സാങ്കല്പികമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ മരുന്ന് കമ്പനിക്കാരന് വളർച്ച ഉണ്ടാകണേ, മനുഷ്യർക്കെല്ലാം രോഗം ഉണ്ടാകണം എന്ന് പറയുന്നതിനേക്കാളും ആ മരുന്ന് കമ്പനി ചിന്തിക്കേണ്ട എന്താണ്? ക്യാൻസറിന് മാത്രം മരുന്നുണ്ടാക്കിയൊരു കമ്പനി ഇരിക്കാതെ എന്ത് ചെയ്യണം? അതുകൊണ്ട് മനുഷ്യർ പരമാവധി ക്യാൻസർ പിടിപ്പിച്ചെടുക്കാനുള്ള വഴി അവർ കണ്ടുപിടിക്കാൻ നോക്കും. അതല്ല ചെയ്യേണ്ടത്, അല്ലേ? പലപ്പോഴും ക്യാൻസറിന് കാരണമാകുന്ന കീടനാശിനികൾ ഉൽപ്പാദിപ്പിക്കുന്ന കമ്പനികൾ തന്നെയാണ് അതിനുള്ള മരുന്നുകൾ ഉൽപ്പാദിപ്പിക്കുന്നത് എന്നുള്ളത് വിരോധാഭാസം. അതുകൊണ്ട് ചെയ്യേണ്ടത് ക്രിയാത്മകമായ കാര്യങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ പതിയുക എന്നുള്ളതാണ്. പലപ്പോഴും കിടമത്സരങ്ങളാണ് ഇത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണം, ഒരു നാട്ടിൽ 2 ശവപ്പെട്ടി കച്ചവടക്കാരുണ്ടെന്ന് വിചാരിക്കും. അവർ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുന്നത്, എൻ്റെ കർത്താവെ ചുരുങ്ങിയത് 2 പേരെങ്കിലും ഇടവകയിൽ നിന്ന് മരിക്കണമെന്നാണ്, എന്നാലേ അവരുടെ പെട്ടി ചിലവാകുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ പുതിയ മേഖലകൾ തിരഞ്ഞെടുക്കുക എന്നുള്ളത് ഇതിനൊരു പരിഹാരമാണ്. ഒരേ ആൾ ചെയ്ത് അതേ കാര്യം തന്നെ മറ്റേ ആളും ചെയ്ത് കിടമത്സരങ്ങൾ ഒഴിവാക്കുക. ഒരു ചായക്കട ഒരു നാട്ടിൽ നന്നായിട്ട് വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും 10 ചായക്കട അതിൻ്റെ ചുറ്റും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ആർക്കും ഒന്നും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകും, ഇല്ലേ? അതുകൊണ്ട് വേണ്ടത്ര പഠനങ്ങളും ആവശ്യങ്ങളും നിർണയിച്ച ശേഷം ഇത്തരം കാര്യങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് അതിനുള്ള ശരിയായ പോംവഴി എന്ന് പറയുക. ഏത് ലക്ഷ്യത്തിന് വേണ്ടിയാണെങ്കിലും, നമുക്ക് എന്നാ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിലും അവരിന് ദോഷമുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനയല്ല, അതൊരു പാപമാണ് എന്നുള്ളത് തിരിച്ചറിയുകയും. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജിബിൻ സാറാണ്. സാറിൻ്റെ ചോദ്യം എന്താണ്?
പിതാവേ, എൻ്റെ ചോദ്യം ഇതാണ്. മറ്റുള്ളവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാവുന്നത് കാണുമ്പോൾ തങ്ങൾക്കും അതുപോലെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റാണോ? യെസ്, മറ്റുള്ളവർക്ക് ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമ്പോൾ അതുപോലെ തങ്ങൾക്കും ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി ഞാൻ അധ്വാനിച്ചിട്ടുണ്ടോ എന്ന് ചിന്തിക്കണം. അതിനുള്ള അർഹത എനിക്കുണ്ടോ എന്ന് ചിന്തിക്കണം. ഇല്ലേ? ഇപ്പോൾ ഉദാഹരണമായിട്ട് അയലോക്കത്തെ വീട്ടിലെ കൊച്ചിന് IAS പ്രവേശനം കിട്ടി. ഞാനാണ് 10ാം ക്ലാസ്സിൽ തോക്കുകയും ചെയ്തു. എനിക്ക് IAS കിട്ടിയില്ലല്ലോ, അവന് കിട്ടിയല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ അസൂയപ്പെടുന്നതിൽ അർത്ഥമുണ്ടോ? ഇല്ല. അതായത് ദുർമോഹം എന്ന് പറയുന്നത്, അതായത് അതിനാനുപാതികമായ പരിശ്രമവും സാഹചര്യവും നമ്മുടെ ജീവിതത്തിൽ ഒരുക്കാതെ ആ വ്യക്തിക്ക് കിട്ടിയ നന്മയെ പ്രതി അങ്കലാപ്പിലാകുന്നത് അവിവേകമാണ്. അത് അസൂയയുടെ ബഹിർസ്ഫുരണമായി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടായി, നല്ല കാര്യം, ഞാനതിൽ സന്തോഷിക്കും. ദൈവമേ, എനിക്കും അതുപോലെ അനുഗ്രഹവും ഐശ്വര്യവും തരണമേ എന്ന് പ്രാർത്ഥിക്കാം. അത് ആരോഗ്യകരമായ പ്രാർത്ഥനയാണ്. പക്ഷേ അതിനാനുപാതികമായ പരിശ്രമം നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടെങ്കിൽ മാത്രമേ അപ്രകാരം നമ്മൾ ആഗ്രഹിക്കുന്നതിൽ അർത്ഥമുള്ളൂ. ഇല്ല എങ്കിൽ നമുക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ സന്തോഷിച്ച് ജീവിക്കുക. IAS കിട്ടുന്നത് കൊണ്ട് മാത്രമല്ല സന്തോഷം, മറിച്ച് നമ്മുടേതായ ജീവിത സാഹചര്യങ്ങളിൽ സംതൃപ്തി കണ്ടെത്താൻ പഠിക്കുന്നതും ഒരു ഐശ്വര്യമാണ്, സന്തോഷമാണ് എന്ന് തിരിച്ചറിയാം. അടുത്ത ചോദ്യം ആരാണ്? ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? നിസ്സി. നിസ്സി. ടീച്ചർ ചോദ്യം. പിതാവേ, മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവൻ ഉത്കൃഷ്ടമായ ഒരു ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്നത് സത്യമാണ് എന്ന് വിശുദ്ധ പൗലോസ്ലീഹ വചനത്തിൽ പറയുന്നു. ഈ വചനത്തിൻ്റെ വെളിച്ചത്തിൽ ഉന്നതമായ സ്ഥാനമാനങ്ങൾ ആഗ്രഹിക്കുന്നത് തെറ്റാണെന്ന് പറയാമോ? യെസ്, അത് നല്ലൊരു ചോദ്യമാണ്. മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുന്നവർ ഉത്കൃഷ്ടമായ ജോലിയാണ് ആഗ്രഹിക്കുന്നത് എന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെച്ചു, അല്ലേ? ടീച്ചർ അത് മാത്രമേ കണ്ടുപിടിച്ചത്, ആ വചനം മാത്രം. യെസ്, അത് നമ്മൾ ശരിയായ രീതിയിൽ മനസ്സിലാക്കേണ്ടതാണ്. മെത്രാൻ സ്ഥാനം ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആദിമസഭയിൽ അത് രക്തസാക്ഷിത്വം ആഗ്രഹിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. മെത്രാന്മാരിങ്ങനെ ചുമന്ന ഒരു സാക്ഷി കെട്ടാറുണ്ട്, അല്ലേ? അതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു സമൂഹത്തിൽ മതമർദ്ദനം ആരംഭിച്ചാൽ ആദ്യം കൊല്ലപ്പെടേണ്ട ആൾ ആരായിരിക്കണം? മെത്രാനായിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നതാണ് ഈ അരക്കെട്ട് എന്ന്. ഇപ്പോഴിത് ഒരു അലങ്കാരമായി കെട്ടുന്നെന്നുള്ളതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ യഥാർത്ഥ അർത്ഥം, അതുകൊണ്ട് പൗലോസ്ലീഹ മെത്രാനായിരുന്നു. പൗലോസ്ലീഹ മെത്രാനായിരുന്നുകൊണ്ട് കിട്ടിയത് എന്താണ്? തല വെട്ടിയെടുത്തു, അല്ലേ? പത്രോസ്ലീഹ മെത്രാനായിരുന്നു. എന്ത് സംഭവിച്ചു? തല കീഴായി കുരിശേ തറച്ചു. അപ്പോസ്തലന്മാരെല്ലാം മെത്രാന്മാരായിരുന്നു. ഒരെണ്ണം കട്ടിലേക്ക് കിടന്ന് മരിച്ചില്ല. രക്തസാക്ഷി ആകാത്തത് യോഹന്നാൻ മാത്രമേ ഉള്ളൂ. പക്ഷേ യോഹന്നാനെ അരയോളം തിളച്ച എണ്ണയിൽ മുക്കി പൊരിച്ചു നിർത്തിയേക്കും. ജീവിക്കുന്ന രക്തസാക്ഷിയായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് ഈ ശ്രൈഹിക സ്ഥാനം എന്ന് പറയുന്നത് അതൊരു സ്ഥാനത്തേക്കാൾ ഉപരിയായി സുവിശേഷത്തിന് രക്തം കൊണ്ട് സാക്ഷ്യം വഹിക്കാനുള്ള വിളി എന്ന രീതിയിലാണ് അപ്പസ്തോലൻ അതിനെ മനസ്സിലാക്കുന്നത്. സുവിശേഷത്തിന് ജീവൻ കൊടുത്ത് സാക്ഷ്യം വഹിക്കുക എന്നുള്ള അർത്ഥത്തിൽ അതിനെ മനസ്സിലാക്കിയാൽ മതി. അല്ലാതെ നമ്മുടെ ദുർമോഹങ്ങളെ ഊതിക്കത്തിക്കാൻ ഈ ഒരു വചനത്തെ ഉപയോഗിക്കുന്നത് ശരിയായ അർത്ഥം ആകണമെന്നില്ല. അടുത്ത ചോദ്യം ആരാണ്? ഓക്കെ, ജോസാറാണ്. സാറിൻ്റെ ചോദ്യം. പിതാവേ, സ്വർഗസ്ഥനായ പിതാവിൻ്റെ പരിപാലന എല്ലാവർക്കും ഉണ്ട് എന്ന് പറയുമ്പോഴും ഏതാനും പേര് പട്ടിണി കിടന്നും ദുരിതമനുഭവിച്ചും മരിക്കുന്നു. ഇതിൻ്റെ കാരണമെന്താ? യെസ്, ജോസാർ ചോദിച്ചത് വളരെ വലിയൊരു ചോദ്യമാണ്. അതായത് ദൈവം പരിപാലിക്കുന്നു, നിങ്ങൾ എന്ത് ഭക്ഷിക്കും എന്ത് ധരിക്കുമെന്ന് വിചാരിച്ച് ആകുലപ്പെടേണ്ട. നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവിന് ഇതെല്ലാം അറിയാം. നിങ്ങൾ ആദ്യം ദൈവത്തിൻ്റെ രാജ്യവും നീതി അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്കിതെല്ലാം നൽകപ്പെടും എന്നൊക്കെ ഈശോ തിരുവചനത്തിൽ പറയുന്നുണ്ട്, അല്ലേ? ലൂക്ക 12:22 മുതൽ 34 വരെ അതിമനോഹരമായ ദൈവപരിപാലനയുടെ ഗീതമാണ് വാസ്തവത്തിൽ.
പക്ഷേ സാറ് ചോദിച്ചതുപോലെ ദൈവം പരിപാലിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഈ ലോകത്ത് 1/3 ഭാഗം മനുഷ്യരെങ്കിലും പഞ്ഞം കിടക്കുന്നു. വേണ്ടത്ര മരുന്ന് മേടിക്കാൻ നിവൃത്തിയില്ല. രോഗം വന്നാൽ മരിച്ചു പോകും. ചികിത്സയ്ക്ക് വഴികളില്ല. ഇത് ദൈവപരിപാലനയുടെ വീഴ്ചയായി പരിഗണിക്കാവോ? ഇതാണ് ചോദ്യം, അല്ലേ? മഹാത്മാഗാന്ധി അതിനൊരു ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ഈ ലോകത്ത് മനുഷ്യന് വേണ്ടതിൽ കൂടുതൽ ദൈവം ഒരുക്കി വച്ചിട്ടുണ്ട്. എന്നാൽ ഏതാനും പേരുടെ അത്യാർത്തി കൊണ്ട് അത് മറ്റുള്ളവർക്ക് കിട്ടാതെ പോകും. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ, കല്യാണ സദ്യയ്ക്ക് വന്നവർ 300 പേര് വരുന്നു. 300 പേര് വരുന്നു, 350 പേരെ പരിഗണിച്ച് തീറ്റ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതേസമയം ആദ്യ പന്തിയിലിരുന്നവർ വയറ് വാടകയ്ക്ക് എടുത്തുകൊണ്ട് വന്ന് തിന്നെന്ന് വിചാരിക്കും. അങ്ങനെ തിന്നുന്ന മനുഷ്യരുണ്ട്. ഞങ്ങളുടെ നാട്ടിലൊരു അടിപിടി ഉണ്ടായതാണ്. ഒരുത്തൻ വിരുന്ന് വന്നതിൽ ഒരുത്തൻ 32 കോഴിക്കാല് തിന്നു. പിന്നെയും ചോദിച്ചോ, അപ്പോൾ ഇവൻ തോപ്പിക്കാൻ വന്നതാന്ന് പറഞ്ഞ് അവിടെ അടിപിടി ഉണ്ടായി. അങ്ങനെ തിന്നാൻ പാടുണ്ടോ? ഒരു മനുഷ്യൻ അത്രയും തിന്നാൻ പാടുന്നു, ഇല്ലേ? അങ്ങനെ തിന്നു കഴിഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു? ഈ 350 പേർക്കുണ്ടാക്കിയ സാധനം 100 പേർക്ക് വിളമ്പിയപ്പോഴേയും തീരും. അത് സാമാന്യ തീറ്റയല്ല, അത് തോപ്പിക്കാൻ വേണ്ടിയുള്ള തീറ്റയാണ്, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ മനുഷ്യൻ്റെ അത്യാർത്തി കൊണ്ടാണ് ദൈവപരിപാലനയുടെ കരങ്ങൾ എല്ലാവരിലും എത്തുന്നത്, തടസ്സപ്പെടുന്നത് എന്ന സത്യം നമ്മൾ ഓർക്കണം. ദൈവം എല്ലാവരുടെയും മേൽ സൂര്യനെ ഉദിപ്പിക്കുന്നു, എല്ലാവരുടെയും മേൽ മഴ പെയ്യിക്കുന്നു, എല്ലാവർക്കും ദൈവം പ്രാണവായു സൗജന്യമായി കൊടുക്കുന്നു, എല്ലാവർക്കും ദൈവം വെള്ളം കുടിക്കാൻ കൊടുക്കുന്നു. ദൈവം ഇതെല്ലാം സൗജന്യമായിട്ട് ഈ ഭൂമിയിൽ ഒരു വേർതിരിവും ഇല്ലാതെ കൊടുത്തേക്കുന്നു, ഇല്ലേ? പക്ഷേ കുറേ പേര് അതെല്ലാം തടകെട്ടി വഴികെട്ടി അടച്ചും പൂട്ടിയും സൂക്ഷിച്ച് കുറേ മനുഷ്യർക്ക് ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നു. അതൊരു അപകടമാണ്. വഴിയരികിൽ വീടുള്ളവർക്ക് വീട്ടുമുറ്റത്ത് വണ്ടി എത്തും. അവൻ്റെ വീടിൻ്റെ പുറകിലുള്ളവന് വീട്ടുമുറ്റത്ത് വണ്ടി എത്തണമെങ്കിൽ ഇവൻ്റെ പറമ്പൊന്ന് തുറന്നു കൊടുക്കണം, എന്നാലല്ലേ അത് അങ്ങോട്ട് എത്തുള്ളൂ. ഇവനത് ചെയ്യുകയില്ല, ഇത് അള്ളി പിടിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് ദൈവം എനിക്ക് വഴി തന്നു, അവന് വഴി കൊടുത്തില്ല, ഹല്ലേലൂയ സ്തോത്രം എന്ന് പറയുന്നതിൽ അർത്ഥമുണ്ടോ? ദൈവപരിപാലന അല്ല അവിടുത്തെ പ്രശ്നം. ദൈവപരിപാലനെ അറിഞ്ഞവൻ അത് പങ്കുവയ്ക്കാൻ തയ്യാറാകാത്തതാണ് ഈ ദാരിദ്ര്യത്തിൻ്റെയും കഷ്ടതയുടെയും അടിസ്ഥാനം എന്ന് പറയും. വിതരണ ശൃംഖലകളിലെ അപര്യാപ്തത ദൈവപരിപാലനയെ നിസ്സഹായമാക്കുന്നു. ദൈവം ഈ ഇന്ത്യ മഹാരാജ്യത്തിന് തിന്നാനുള്ളതിൽ കൂടുതൽ അരിയും ഗോതമ്പും ഇവിടെ വിളയിച്ചു കൊടുത്തു. പക്ഷേ എന്തു ചെയ്തു? അത് സമയത്തും കാലത്തും ആവശ്യക്കാരൻ്റെ പക്കൽ എത്തിക്കാൻ കഴിയാതെ, ഇത് സാധാരണക്കാരൻ്റെ അടുത്ത് ആവശ്യക്കാരൻ്റെ അടുത്ത് എത്തിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ്റെ പഞ്ഞം മാറുമായിരുന്നു. അവിടെയാണ് നമ്മൾ തിരിച്ചറിയേണ്ടത്, ദൈവപരിപാലനയുടെ കുറവല്ല ഇവിടുത്തെ പ്രശ്നം, മറിച്ച് ദൈവപരിപാലനയിലൂടെ ദൈവം ഒരുക്കിയ വിഭവങ്ങൾ എല്ലാ മനുഷ്യരിലും എത്തിക്കുന്നതിൽ നമ്മുടെ സ്വാർത്ഥതയും വിതരണ ശൃംഖലകളിലെ അപര്യാപ്തതയും കാരണമായതാണ് ഈ ദാരിദ്ര്യത്തിൻ്റെ കാരണം. അടുത്ത ചോദ്യം ആരാണ്? ടീച്ചറാണ്. ടീച്ചറുടെ പേരെന്താണ്? ബീന. ബീന. ടീച്ചറുടെ ചോദ്യം. എൻ്റെ ചോദ്യം ഇതാണ്: ശീർഷപാവം എന്നുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? ഏതെല്ലാം പാവമാണ് ഇതിൽപ്പെടുന്നത്? യെസ്, ശീർഷപാപം എന്ന് കേട്ടാണ് ടീച്ചർ പേടിച്ചത്. അങ്ങനെ ഒരു പാപമുണ്ടോ? ശീർഷാസനം എന്നൊക്കെ കേട്ടിട്ടുണ്ട്, ശീർഷപാപം അത് നമ്മുടെ മലയാളം വിവർത്തനത്തിൽ വരുന്ന ഒരു രീതിയാണ്. ക്യാപിറ്റൽ സിൻസ് എന്ന് നമ്മൾ മൂലപാപങ്ങൾ എന്ന് നിങ്ങൾ വേദപാഠത്തിൽ നമസ്കാര പുസ്തകത്തിൽ പഠിച്ചിട്ടില്ലേ? ആ മൂലപാപങ്ങളെ തന്നെയാണ് ഇവിടെ എന്തെന്ന് വിളിച്ചിരിക്കുന്നത്? ശീർഷപാപങ്ങൾ എന്ന് വിളിക്കുന്നത്. ക്യാപ്പ് എന്ന് പറഞ്ഞാൽ തലയെ സൂചിപ്പിക്കുന്നത്, അതുകൊണ്ടാണ് ശീർഷം തലയെ സൂചിപ്പിക്കുന്നു എന്നുള്ള അർത്ഥത്തിലൊരു പദം ഉപയോഗിച്ചെന്നേ ഉള്ളൂ. സാധാരണ ഉപയോഗിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായൊരു പദമായതുകൊണ്ടാണ് ടീച്ചർക്ക് അത് സംശയം തോന്നിയത്. മൂലപാപങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാം, മതാധ്യാപകർക്കെങ്കിലും അറിയാം. ഏതൊക്കെയാണ് മൂലപാപങ്ങൾ?
ഓരോരുത്തർ അവരവരുടെ മൂലഭാവം പറഞ്ഞാൽ തന്നെ എല്ലാം ആയിക്കോളും. എത്ര എണ്ണം ഉണ്ടാകെ? 7 മൂലഭാവങ്ങൾ. ഏതൊക്കെയാണ്? നിഗളം, എളിമ പാപമല്ല, എളിമ അതിന് വിപരീത പുണ്യമാണ് അല്ലേ? ഓക്കെ. നിഗളം, ദ്രവ്യാഗ്രഹം, മോഹം, കോപം, കൊതി, അസൂയ, മടി. ഇതാണ് ശീർഷപാപങ്ങൾ അഥവാ മൂലപാപങ്ങൾ. ഈ പാപങ്ങൾ മൂലം, ഇതെന്തുകൊണ്ടാണ് ഇതിനെ മൂലപാപങ്ങൾ എന്ന് വിളിക്കുന്നത്? ഇത് ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം ഉണ്ടാകും. ഇതിലേതെങ്കിലും ഒരെണ്ണം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ബാക്കിയെല്ലാം കൂടപ്പുറപ്പായിട്ട് വരും. മറ്റെല്ലാ പാപങ്ങൾക്കും കാരണമാകുന്ന പാപങ്ങൾ എന്ന അർത്ഥത്തിലാണ് ഇതിനെ മൂലപാപങ്ങൾ അഥവാ ക്യാപിറ്റൽ സിൻസ് എന്ന് വിളിക്കുന്നു. ഇനി പ്രേക്ഷകർ അയച്ചു തന്ന ചില ചോദ്യങ്ങളിലേക്ക് പോവുകയാണ്. ആദ്യമായി തന്നെ മിസ്റ്റർ ജോസഫ് ബോബി ചോറ്റാനിക്കരയിൽ നിന്ന് അയച്ചു തന്ന ചോദ്യമാണ്. അദ്ദേഹം 2 ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്നാമത്, വെഞ്ചിരിച്ച കൊന്ത സ്ഥിരമായി കഴുത്തിൽ ധരിക്കുന്നതിനെ പറ്റിയുള്ള അഭിപ്രായം ദയവായി ഒന്ന് വിശദീകരിക്കാമോ? ഇങ്ങനെ സ്ഥിരം ധരിക്കുന്നത് എന്തെങ്കിലും അപാകതയുണ്ടോ? രണ്ടാമത്തെ ചോദ്യം ഇതാണ്, യേശുക്രിസ്തു പരിച്ഛേദനം നടത്തിയിട്ടുണ്ടോ? ലൂക്കായുടെ സുവിശേഷം 2:21 വാക്യത്തിൽ ഇതിനെപ്പറ്റി പരാമർശിക്കുന്നുണ്ടെങ്കിലും വ്യക്തമല്ല. അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനികൾ അത് അനുകരിക്കുന്നില്ല? ഈ 2 ചോദ്യങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. യെസ്. ഒന്നാമത്തേത്, കൊന്ത ധരിക്കാവോ? കൊന്ത എന്ന് പറയുന്നത് ഇത് എണ്ണുന്നതാണ്. കൊന്താരെ എന്നൊക്കെ ലത്തീനിൽ പറയുമ്പോൾ എണ്ണുക എന്ന്, ടു കൗണ്ട് എന്നുള്ള അർത്ഥം. എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ്. പ്രാർത്ഥനയുടെ എണ്ണം കണക്ക് കൂട്ടുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. കഴുത്തെ ധരിച്ചാൽ ആ ലക്ഷ്യം നടക്കുകയല്ലോ. അതുകൊണ്ടാണ് കൊന്ത പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കുന്നു. വെന്തിങ്ങ അഥവാ ഉത്തരീയം, അതാണ് മാതാവിനോടുള്ള ഭക്തിയെ പ്രതി കഴുത്തിൽ ധരിക്കുന്നത് എന്നാണ് പരമ്പരാഗതമായൊരു ചിന്ത. അതുകൊണ്ട് എന്ന് വിചാരിച്ച് കൊന്ത കഴുത്തിൽ ധരിച്ചുകൂടെ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ധരിക്കാം. ഏതെങ്കിലും വ്യക്തികൾക്ക് കൊന്ത ധരിക്കുന്നത് പരിശുദ്ധ അമ്മയോടുള്ള ആദരവിൻ്റെയും സ്നേഹത്തിൻ്റെയും പ്രതീകമായി അവർ കരുതുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അവർക്ക് കൊന്ത ധരിക്കാം. പക്ഷേ കൊന്ത യഥാർത്ഥത്തിൽ അതിൻ്റെ ലക്ഷ്യം കഴുത്തേ ധരിക്കുന്ന ഒരു സംഗതി എന്നുള്ളതിനേക്കാൾ ഉപരിയായി അത് നമസ്കാരം ചെല്ലുമ്പോൾ നമസ്കാരങ്ങളുടെ എണ്ണം കണക്ക് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു സംവിധാനം എന്ന രീതിയിലാണ് കൊന്ത നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്, അത് ലക്ഷ്യമാക്കിയിരിക്കുന്നത് എന്നതുകൊണ്ടാണ് അപ്രകാരം കൊന്ത കഴുത്തേ ധരിക്കുന്നതിനെ പണ്ട് മുതലേ പ്രോത്സാഹിപ്പിക്കാറില്ലായിരുന്നു. പക്ഷേ കൊന്ത ധരിക്കാവോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ധരിക്കാം. വെഞ്ചരിച്ച കൊന്ത പരിശുദ്ധമായൊരു ഭക്തവസ്തുവാണ്. അതുകൊണ്ട് തീർച്ചയായും അത് കഴുത്തേൽ ധരിക്കാം, പോക്കറ്റിൽ സൂക്ഷിക്കാം, കയ്യിൽ പിടിച്ചുകൊണ്ട് നടക്കാം. അതിനകത്ത് ഒരു തെറ്റുമില്ല. അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ആരുടെയും മനസ്സിൽ വേണ്ട. പണ്ട് മുതൽ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാൻ കാരണം കൊന്ത ഇങ്ങനെ എണ്ണാൻ ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നെന്നും പരിശുദ്ധ അമ്മയുടെ ഉത്തരീയം വെന്തിങ്ങം ധരിക്കുകയാണ് യഥാർത്ഥ മരിയ ഭക്തർ ചെയ്യേണ്ടത് എന്നുള്ളതായിരുന്നു നാട്ടുനടപ്പ് എന്ന് മാത്രം ചിന്തിച്ചാൽ മതി. അതുകൊണ്ട് ആരെങ്കിലും ഇപ്പോൾ സ്വർണത്തിൻ്റെ കൊന്ത ഇടാവോ എന്ന് ചോദിച്ചാൽ സ്വർണത്തിൻ്റെ കൊന്ത ഊരിക്കളയാൻ പറ്റിയല്ലോ, അത് ഇടാൻ വേണ്ടി ഉണ്ടാക്കിയതല്ലോ. അപ്രകാരം നിങ്ങൾക്ക് ആവശ്യമുള്ള രീതിയിൽ കൊന്തകൾ ഉപയോഗിക്കുക. പിന്നെ ചില തരത്തിലുള്ള കൊന്തകൾ, ഇപ്പോൾ ഫോസ്ഫറസ് ഒക്കെ കലർന്ന തിളങ്ങുന്ന കൊന്തകൾ, അത്തരത്തിലുള്ള കൊന്തകൾ സ്ഥിരമായി കഴുത്തേൽ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണോ എന്നൊക്കെയുള്ളത് അതിന് ബന്ധപ്പെട്ട വിദഗ്ധരുമായിട്ട് ആലോചിച്ച് ചെയ്യുക. അത്തരത്തിലുള്ള ചില വിഷയങ്ങൾ അതിനകത്തുണ്ട് എന്ന് ചിലപ്പോൾ വൈദ്യശാസ്ത്രജ്ഞന്മാർ നിർദ്ദേശിക്കാറുണ്ട്. അത് പരിഗണിച്ചുകൊണ്ട് സാധാരണ കൊന്തകൾ, ഇങ്ങനെ കെമിക്കൽസ് ഒന്നും ഇല്ലാത്ത കൊന്തകൾ കഴുത്തിൽ ധരിക്കുന്നത് തികച്ചും സ്വാഗതാർഹമാണ്, അത് ചെയ്യാവുന്നതുമാണ്. രണ്ടാമതായി പരിച്ഛേദനം, ഈശോ പരിച്ഛേദനം സ്വീകരിച്ചോ എന്ന് ചോദിച്ചാൽ ഈശോ പരിച്ഛേദനം സ്വീകരിച്ചിരുന്നു അല്ലേ? 8-ാം ദിവസം ശിശുവിൻ്റെ പരിച്ഛേദനത്തിന് വേണ്ടി അവർ ദേവാലയത്തിൽ ചെന്നു. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ശമയോനെ അന്നായിയൊക്കെ കാണുന്നത്. അതുകൊണ്ട് ഈശോ പരിച്ഛേദനം സ്വീകരിച്ചിരുന്നോ എന്ന് ചോദിച്ചാൽ ഏതൊരു യഹൂദ ബാലനെയും പോലെ ഈശോയും 8-ാം ദിനം പരിച്ഛേദനം സ്വീകരിച്ചിരുന്നു. അത് വസ്തുതയാണ്. അത് എല്ലാ യഹൂദരും സ്വീകരിച്ച പോലെ ഈശോയും സ്വീകരിച്ചു. ഇനി നമ്മളെന്ത് ചെയ്യുക അത് സ്വീകരിക്കാത്തത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് സ്തുതി, നമ്മളത് സ്വീകരിച്ചില്ലല്ലോ എന്നോർത്ത്. അല്ലെങ്കിൽ
ഇങ്ങനെ വേദനിച്ച് ഉപ്പുനീര് ഒഴിച്ച് കിടക്കേണ്ടി വന്നേനെ അല്ലേ? അത് മറുപടി. പക്ഷേ അതിന് ദൈവശാസ്ത്രപരമായൊരു ഉത്തരവുണ്ട്. യഹൂദർ എന്തിനാണ് ഈ ഛേദനാചാരം പരിച്ഛേദനം സ്വീകരിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ, യഹൂദരെ സംബന്ധിച്ചിടത്തോളം ശരീരത്തിലെ ദൈവീകമായ അവയവം എന്ന് പറയുന്നത് ലൈംഗിക അവയവമാണ്. ആ ലൈംഗിക അവയവത്തിൽ നിന്ന് 2 തുള്ളി ചോര വീഴ്ത്തി കഴിയുമ്പോഴാണ് ആ വ്യക്തി ദൈവവുമായി ഉടമ്പടിയിൽ ഏർപ്പെടുന്നത്, അല്ലെങ്കിൽ ഉടമ്പടിയുടെ സമൂഹമായി അവർ മാറുന്നത്. ഈ ദൈവീക അവയവം എന്ന് കരുതപ്പെടുന്ന ലൈംഗിക അവയവത്തിൻ്റെ ഒരു അഗ്രചർമ്മം മുറിച്ച് ചോര വീഴ്ത്തുമ്പോഴാണ് അവർ ഉടമ്പടിയുടെ ജനമായി മാറിയിരുന്നത്. എന്നാൽ വിശുദ്ധ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ നാം യേശുവിൽ വിശ്വസിക്കുന്നവർ ഉടമ്പടിയുടെ ജനമായി മാറിയത് നമ്മുടെ ഏതെങ്കിലും അവയവത്തിൽ നിന്ന് 2 തുള്ളി ചോര വീഴ്ചിട്ടല്ല, മറിച്ച് നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി കുരിശിൽ ചിന്തിയ ചോരയുടെ യോഗ്യതയാലാണ് നാം പുതിയ ഉടമ്പടിയുടെ മനുഷ്യരായി മാറിയത്. പുതിയ ഉടമ്പടിയുടെ ജനമായതിനാൽ ആ ഉടമ്പടി മുദ്ര വച്ചിരിക്കുന്നത് ഈശോയുടെ തിരുരക്തം കൊണ്ടാണ്. എന്നാൽ പഴയ ഉടമ്പടി മുദ്ര വച്ചിരിക്കുന്നതാകട്ടെ ഇപ്രകാരം ഛേദനാചാരത്തിൻ്റെ മുദ്ര കൊണ്ടാണ് താൻ. അതുകൊണ്ടാണ് നമ്മൾ പുതിയ ഉടമ്പടിയുടെ ജനമായതുകൊണ്ടാണ് ക്രൈസ്തവർ പരിച്ഛേദനം സ്വീകരിക്കാത്തത്. അടുത്ത ചോദ്യം ചെങ്ങമ്മനാട് എന്ന പ്രദേശത്ത് ഒരാൾ ചോദിച്ചിരിക്കുന്നതാണ്. ചോദ്യപ്രകാരമാണ്: ഒരു പെൺകുട്ടി അന്യമതസ്ഥനായ ഒരു യുവാവിനെ വിവാഹം ചെയ്തു. അവർക്കതിൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടായി. നാളുകൾക്ക് ശേഷം ആ ഭർത്താവ് മരണപ്പെട്ടു. അതിനുശേഷം ആ പെൺകുട്ടി വീണ്ടും പള്ളിയിൽ വരാനും വിശുദ്ധ കുർബാന സ്വീകരിക്കാനും ഒക്കെ തുടങ്ങി. ഇത് സ്ത്രീയുടെ നിലപാടിനോട് സഭ എപ്രകാരമാണ് അതിനെ സമീപിക്കുക എന്നുള്ളൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. ആ സ്ത്രീയോട് കരുതലോടും കരുണയോടും കൂടി പെരുമാറണം എന്നതാണ് സഭയുടെ നിലപാട്. കാരണം ആ വ്യക്തി ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അങ്ങനെ ഒരു വിവാഹ ബന്ധത്തിലേക്ക് ഏർപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും. നമ്മൾ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളും അവസ്ഥകളും ഒന്നും മനസ്സിലാക്കാതെ ഒരു പൊതുവിധി ഇതേക്കുറിച്ച് പറയാൻ സാധിക്കുകയില്ല. ഏതാണേലും ആ വ്യക്തിയുടെ ജീവിത പങ്കാളി അപകടത്തിൽ മരിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്, അല്ലേ? അപകടത്തിൽ മരിച്ചു എന്ന ഒരു സാഹചര്യം വന്നപ്പോൾ അവൾ നിലവിലുണ്ടായിരുന്ന ആ ഒരു വിവാഹ ബന്ധത്തിൽ നിന്ന് ഇപ്പോൾ മോചിതയാണ്. അതുകൊണ്ട് തന്നെ ആ വിശ്വാസിക്ക് തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞുകൊണ്ട് തിരുസഭയിലേക്ക് കടന്നു വരികയും സഭയാകുന്ന അമ്മയുടെ കരുതലും കരുണയും ഈ സന്നിഗ്ധാവസ്ഥയിൽ സ്വീകരിക്കാനും എല്ലാ അവകാശമുണ്ട്. അതിനുള്ള നടപടിക്രമങ്ങൾ ഏതെങ്കിലും പള്ളിയിലെ വികാരിച്ചനുമായിട്ട് ആലോചിച്ചിട്ടായിരിക്കും അവർ ചെയ്തിരിക്കുന്നത് തികച്ചും ശരിയായ കാര്യമാണ്. അതിലെന്തെങ്കിലും വലിയ തെറ്റുണ്ട് എന്ന് തരത്തിൽ ചിന്തിക്കേണ്ട കാര്യമില്ല. ഏതെല്ലാം തരത്തിലുള്ള വീഴ്ചകളും കുറവുകളും ഉണ്ടപ്പോഴും സഭ എല്ലാവരുടെയും അമ്മയാണ്. എല്ലാ വീഴ്ചകളെയും ഈ അമ്മയ്ക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അവർ തിരുത്താൻ സന്നദ്ധമാകുമ്പോൾ ധൂർത്തപുത്രനെ വാരിപ്പുണർന്ന പിതാവിൻ്റെ ഹൃദയത്തോട് തിരുസഭയാകുന്ന അമ്മയും എല്ലാവരെയും തിരികെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ തിരിച്ചറിയേണ്ട വസ്തുത. ഇന്ന് നമ്മൾ ചർച്ച ചെയ്തത് 10 കൽപ്പനകളെക്കുറിച്ചാണ്. നമ്മുടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുകയും നമ്മുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും ഉത്തരം നൽകുകയും ചെയ്ത അഭിവന്ദ്യമാർ ജോസഫ് പാമ്പ്ളാനി പിതാവിന് ശാലോം TV-യുടെ പേരിൽ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുക്കുകയും തങ്ങളുടെ നല്ല ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്ത ആയന്നൂർ സെൻറ് ജോർജ് ഇടവകയിലെ മതാധ്യാപകർക്കും യുവജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അടുത്ത എപ്പിസോഡിൽ പുതിയൊരു വിഷയവുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം. CCAT പ്രോഗ്രാമിന്റെ മുൻ എപ്പിസോഡുകൾ കാണുവാൻ ലോഗോൺ ചെയ്യൂ www.shalomtv.tv/ccat.